ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ പുതിയ വർഷത്തിൽ നിങ്ങളോടൊരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനവും പുതുവത്സര ആശംസകളും ഞാൻ നേരുകയാണ്. ഓരോ വർഷവും നമ്മെ പിന്നിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ പുതുക്കം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രൂപാന്തരത്തിൻ്റെ വർഷമായി ഈ വർഷം മാറണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് രാവിലെ കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വളരെ സുപരിചിതമായിട്ടുള്ളതായ 2 വാക്യങ്ങളാണ്. ഞാനത് പ്രാരംഭത്തിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് തുടങ്ങുകയാണ്. വളരെ സ്നേഹത്തോടെ, വളരെ ആർദ്രവോടെ പൗലോസ് റോമയിലുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിന്നീട് വരുവാനുള്ള വിശ്വാസികളായ നമ്മയും മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ അഭിപ്രായമോ അല്ല, പ്രബോധിപ്പിക്കുന്നത്. വളരെ ശക്തിയോടെ, വളരെ ശക്തമായ രീതിയിൽ തന്നെ പൗലോസ് പറയുകയാണ്, പ്രബോധിപ്പിക്കുന്നത്. എക്സോൾട്ടേഷൻ എന്നാണ് പ്രബോധിപ്പിക്കുന്നത്. എന്താണ് പ്രബോധിപ്പിക്കുന്നത്? നിങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ അവിടെ പ്രാരംഭത്തിൽ തന്നെ പൗലോസ് വിശ്വാസികളായ രൂപാന്തരത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള, സെൻസിബിളായിട്ടുള്ള ഒരു ആരാധനയായി, ഒരു യാഗമായി സമർപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനത്തിൻ്റെ തുടക്കമാണ് അവിടെ കാണുന്നത്. സെൻസിബിളായിട്ടുള്ള, ഒരു ഇറാഷണൽ ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ യുക്തിയിൽ ഇല്ലാത്ത രീതിയിലുള്ളതായ ഒരു കാര്യമല്ല പൗലോസോടെ പറയുന്നത്. വളരെ സഭ്യമായ, വളരെ രമ്യമായിട്ടുള്ളതായ, വളരെ അനുയോജ്യമായിട്ടുള്ളതായ ഒരു പ്രബോധനമാണ് പൗലോസ് ഇവിടെ വിശ്വാസികളോട് പറയുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും എല്ലാം സർവസ്വവും ഒന്നും മാറ്റി നിർത്തുവാൻ അനുവദനീയമല്ല. ശ്രദ്ധിക്കണമേ, ഒന്നും മാറ്റി നിർത്തുവാൻ അനുവദനീയമല്ല. ഈ രൂപാന്തരത്തിൻ്റെ ശക്തിക്ക് ഒന്നിനെയും മാറ്റി നിർത്തുവാൻ അവകാശമില്ല. നമ്മളെ തന്നെ മുഴുവനായി, അല്ലേ, നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, എല്ലാം അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരവും നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനത്തെ പൗലോസ് പറയുകയാണ്. അത് ബുദ്ധിയുള്ള ആരാധനയുടെ ഒരു തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ വർഷത്തിൽ കടന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു ട്രാൻസ്ഫർമേഷണൽ ജേണിയിലാണ്, നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലാണ് എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. എന്തോ ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ വെറുതെയുള്ള ഒരു യാഗമായിട്ടല്ല, അവിടെ അതിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ ഒന്നുകൂടി വളരെ ഗൗരവമായ രീതിയിൽ പൗലോസ് അതിനെ ഒന്നുകൂടി വിശദമാക്കി പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും 2 വിശുദ്ധിയും 3 ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. പഴയ നിയമത്തിൽ യാഗം കഴിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നതായ ചില നിയമങ്ങളുണ്ട്. പലവിധമായ യാഗങ്ങളുണ്ട്. അകൃത്യയാഗം, പാപയാഗം, ഹോമയാഗം. അതിനെല്ലാം അതിൻ്റേതായ രീതികളുണ്ട്, അതിൻ്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ യാഗം കൊണ്ടുവന്നാൽ ദൈവം പ്രസാദിക്കുന്നില്ല. മനസ്സിലാക്കണം. അപ്പോൾ
ദൈവത്തിന് പ്രസാദമായുള്ള യാഗം പഴയ നിയമത്തിൽ കഴിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ പ്രമാണമുള്ളതുപോലെ പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുകയാണ്, എങ്ങനെയെങ്കിലുമുള്ളതായ ഒരു യാഗമല്ല, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവനുള്ള യാഗമായി മാറണം. 2, വിശുദ്ധിയുള്ള യാഗമായി മാറണം. 3, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമവിശ്വാസികൾ അവരൊരു മൃഗത്തെ കൊണ്ടുവന്ന് യാഗപീഠത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ അവർ ജീവനോടെ പോകുകയും യാഗമൃഗം മരിക്കുകയും ചെയ്യുകയാണ്. ശ്രദ്ധിക്കണമേ, അവർ ജീവനോടെ പോകുകയും യാഗമൃഗം മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇവിടെ നിങ്ങൾ ജീവനുള്ള യാഗമായി ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ ശാരീരികമായി നിങ്ങൾ മരിക്കുന്നില്ലെങ്കിലും പഴയ നിയമത്തിൽ മൃഗം മരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജഡത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പോരാടുന്നതായ കാര്യങ്ങളെ നിങ്ങൾ മരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു വിരോധാഭാസമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ജീവനോടെയുള്ള ഒരു യാഗം നടക്കുന്നത്? ഇല്ലേ, യാഗത്തിന് സമർപ്പിച്ചാൽ മരിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അതാണ് അതിൻ്റെ വിരോധാഭാസം, അതിലാണ് അതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. നിങ്ങളുടെ യാഗപീഠത്തിങ്കൽ, ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ ഒരു മൃഗം പഴയ നിയമത്തിൽ മരിക്കുന്നതിന് തുല്യമായ വേദനകൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയും ചെയ്യും. അപ്പോഴെല്ലാം നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം, നിങ്ങൾ രൂപാന്തരത്തിൻ്റെ പാതയിലുള്ളതായ ഒരു യാഗമായിട്ട് നിങ്ങൾ സമർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവനുള്ളവരാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകേണ്ട, നിങ്ങളിൽ നിന്നും മരിക്കേണ്ട ചില ഭാഗങ്ങളെ ദൈവം യാഗപീഠത്തിങ്കൽ ചാരമാക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് നമ്മെ സമർപ്പിക്കണം, അതിനൊരു സമർപ്പണം വേണം. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമല്ല. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കുവാൻ കാലും കൈയും കെട്ടിയപ്പോൾ ഇസഹാക്ക് സമർപ്പിച്ചു. ഹല്ലേലൂയ, ഇസഹാക്ക് സമർപ്പിച്ചു. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ആ പരമയാഗമായി തീരുവാൻ അർപ്പിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഈ യാഗപീഠത്തിങ്കൽ നമ്മുടെ സ്വയത്തെയും നമ്മുടെ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനെല്ലാം സമർപ്പിക്കുവാനുള്ള ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രൂപാന്തരത്തിൻ്റെ പാതയിൽ നടക്കേണ്ട കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ സിസ്റ്റത്തെ, നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും സമ്പൂർണമായി സമർപ്പിക്കണം. ഓരോ ദിവസവും യാഗപീഠത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ ചിലത് മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലത് മരിക്കണം. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് മരിക്കണം. ഇതൊരു ദിവസത്തെ യാഗമല്ല. ജീവനോടിരിക്കുന്ന കാലം വരെ ഈ യാഗപീഠത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് വേണം, യാഗപീഠത്തിങ്കൽ ബന്ധിക്കപ്പെട്ടവനായി ഇരുന്നു കൊണ്ട് വേണം മാത്രം നമുക്ക് ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് എന്നിൽ ജീവിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം യാഗപീഠത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ജീവനുള്ള യാഗമായി മാറുകയാണ്. ഹല്ലേലൂയ. ആരുടെ ജീവനാണ് നമ്മളിൽ വാഴുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വാഴുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമതായി പൗലോസ് പറയുകയാണ്, വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കണം.
സെപ്പറേറ്റഡ് ആണ്. നമ്മൾ എല്ലാവരെ പോലെയും എല്ലാത്തിനെയും പോലെയും ജീവിക്കുവാനുള്ളവരല്ല. പഴയ നിയമത്തിൽ വിശുദ്ധി അല്ലെങ്കിൽ ഹാഗ്യോസ് എന്ന് പറയുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, കോൺസെക്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് അശുദ്ധി എന്നുള്ള വാക്കിനേക്കാൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള കാര്യമെന്നാണ്, അല്ലേ? ഇപ്പോൾ ആലയത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു കാര്യം സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തതുപോലെ വിശുദ്ധിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വേർപെട്ടതായ ദൈവമക്കൾ സാധാരണ വിഷയങ്ങളിൽപ്പെട്ട് അശുദ്ധിയുടെ ഭാഗമായി മാറുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ രൂപാന്തരത്തിൻ്റെ പാതയിൽ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ സെപ്പറേറ്റഡ് ആണ്, നമ്മൾ കോൺസെക്രേറ്റഡ് ആണ്, നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളതായ ഒരു മനോഭാവത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ അർപ്പിക്കുമ്പോൾ അത് ജീവനുള്ള യാഗമായി മാറുകയും അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ രൂപാന്തരത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. ഈ രൂപാന്തരത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. മാത്രമല്ല, വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വളരെ ചിന്തനീയമായ മൂന്നാമത്തെ ഭാഗം, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല ഈ യാഗപീഠത്തിങ്കൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. പഴയ നിയമത്തിൽ യാഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവനേക്കാൾ വലിയവനാണ്, മറ്റുള്ളവരെക്കാൾ ചെറിയവനാണ്, ഒന്നും ഉള്ളതായ താരതമ്യം ഇവിടെ പ്രസക്തമല്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ശരീരത്തെയും ജീവനെയും നമ്മുടെ ദേഹത്തെയും ദേഹിയെയും സമർപ്പിക്കേണ്ടത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു ബിസിനസ്സിലല്ല നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ പ്രസാദിക്കുന്ന ബിസിനസ്സിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രൂപാന്തരത്തിൻ്റെ മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഉള്ളതായ ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ നമ്മളിൽ നടക്കുന്ന ഒരു കാര്യം പൗലോസ് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ എന്തു ആകത്തില്ല. രണ്ടാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ കൺഫർമേഷൻ ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന കാര്യം യാഗം സമർപ്പിക്കുക എന്നുള്ളതാണ്. യാഗത്തിനായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു രൂപാന്തരത്തിൻ്റെ പാതയിലായിത്തീരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ലോകപ്രകാരമുള്ളതായ കൺഫർമേഷൻ, ഈ ലോകത്തിന് അനുരൂപമാകുക. രണ്ട്, ദൈവഹിതപ്രകാരം രൂപാന്തരപ്പെടുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ദൈവഹിതപ്രകാരമുള്ള രൂപാന്തരത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. എന്താണ് അടിസ്ഥാനം? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി ആയിത്തീർന്ന വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ട്രാൻസ്ഫർമേഷൻ ഗോൾ എന്ന് പറയുന്നത്, രൂപാന്തരത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് യേശുവിനെ പോലെയാകുക എന്നുള്ളതാണ്, അല്ലേ? എന്നാൽ ഈ ലോകത്തിന് അനുരൂപമാകുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പാറ്റേൺസ് തേടി യാത്ര ചെയ്യുവാനിടയായിത്തീരും. പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ അനുരൂപമാകുവാനുള്ളതായ പലവിധമായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കും. ലോകത്തിന് നമുക്ക് നൽകുവാനുള്ള പാറ്റേൺസ് ഉണ്ട്, അനുരൂപമാകുവാനുള്ള പ്രക്രിയകളുണ്ട്. അതിനെയെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസവും പുതുതായി എറിഞ്ഞു തരുമ്പോൾ
അതിനോടെല്ലാം നോ പറഞ്ഞുകൊണ്ട് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എൻ്റെ യേശുവിനെ പോലെയാകുക എന്നുള്ളതാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവഹിതപ്രകാരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്മയും പ്രസാദവും പൂർണ്ണതയും, അല്ലേ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ രൂപാന്തരത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം മാറും. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നതിനാൽ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ, ഉയരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലായിരിക്കണം, അല്ലേ? ഒരു ജനിച്ചു വീണ കുഞ്ഞ്, ശ്രദ്ധിച്ചേ, ഒരു ജനിച്ചു വീണ കുഞ്ഞ് തൻ്റെ പിതാവിനെ പോലെയോ ഒരു മാതാവിനെ പോലെയോ ആകുവാനുള്ളത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. സ്വാഭാവികമായും അവൻ വളർന്നു വരുമ്പോൾ അവൻ തൻ്റെ അപ്പനെ പോലെയോ അമ്മയെ പോലെയോ ആയി മാറും. അതിന് എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ ആവശ്യമില്ല. എന്നാൽ അവൻ മറ്റുള്ള ഒരു വ്യക്തിയെ പോലെ ആകുവാൻ ശ്രമിക്കുമ്പോൾ അവന് വേഷഭൂഷാദികളിൽ വ്യത്യാസം വരുത്തണം, പലവിധമായ വ്യത്യാസങ്ങൾ വരുത്തണം, മുഖത്തിൽ വേറെ വിധമായ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാൽ മാത്രമേ തൻ്റെ അപ്പനെയോ അമ്മയോ പോലെ അല്ലാതെ ആകുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവനെ പോലെ ആയിത്തീരുവാൻ, അല്ലെങ്കിൽ ഒരു ലോകപ്രകാരം വളരെ പ്രസിദ്ധനായ ഒരു കളിക്കാരനോ അല്ലെങ്കിൽ ഒരു മൂവി സ്റ്റാറിനെ പോലെ ആകുവാൻ ശ്രമിക്കുന്ന വ്യക്തി തൻ്റേതായ നാച്ചുറൽ ആയിട്ടുള്ളതായ സ്വഭാവത്തെ മാറ്റി മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചെങ്കിൽ മാത്രമേ തനിക്ക് പിതാവിനെ പോലെയോ മാതാവിനെ പോലെയോ അല്ലാതാകുവാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയുന്ന ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതുപോലെ വീണ്ടും ജനിച്ച വ്യക്തി, ശ്രദ്ധിച്ചേ, വീണ്ടും ജനിച്ച വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തൻ്റെ ജീവനെ വിശുദ്ധിയോടുകൂടി യാഗമായി സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ രൂപാന്തരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പോലെയാകുക, തൻ്റെ പിതാവിനെ പോലെയാകുക എന്നുള്ളതാണ്. എന്നാൽ അതിനെതിരായി ലോകത്തിൻ്റെതായ മാസ്കുകൾ, ലോകത്തിൻ്റെതായ വ്യത്യസ്തമായ ഔട്ട്ഫിറ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരുമ്പോൾ നമ്മൾ ദൃഢമായ ഒരു നിശ്ചയമെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷം എന്ന് പറയുന്നത് എൻ്റെ പിതാവിനെ പോലെയാകുക എന്നുള്ളതാണ്, ക്രിസ്തുവിനെ പോലെയാകുക എന്നുള്ളതായതുകൊണ്ട് ഈ ഔട്ട്ഫിറ്റിനോടെല്ലാം, ഈ പാറ്റേൺസിനോടെല്ലാം, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോടെല്ലാം നോ പറഞ്ഞുകൊണ്ട് നാച്ചുറലായി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി ഒരു രൂപാന്തരത്തിൻ്റെ പാതയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ യാഗമായി തീരുന്നതിന് തുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഓ പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ 2 വാക്യങ്ങൾ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. യേശുവിനെ പോലെയാകുവാൻ വീണ്ടും ജനിച്ചവൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ അപ്പനെ പോലെയാകുവാൻ നാച്ചുറൽ ആയിട്ടുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ലോകം നമ്മുടെ മുമ്പിലേക്ക് യേശുവിനെ പോലെയാകാതിരിപ്പാൻ, ശ്രദ്ധിച്ചേ, യേശുവിനെ പോലെയാകാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ പലവിധമായ ഔട്ട്ഫിറ്റുകൾ, പലവിധമായ ക്രിയകൾ, പലവിധമായ സിസ്റ്റത്തെ, പലവിധമായ സമ്പ്രദായത്തെ നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ശ്രദ്ധിച്ചേ, അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലാണോ എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. കാരണം ഇതിനൊരവസാനമുണ്ട്. ഈ രൂപാന്തരത്തിന് ഒരവസാനമുണ്ട്.
എന്താണ് അവസാനം? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അതിനെ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിശ്വാസത്തിലുള്ള ഈ രൂപാന്തരത്തിന് ഒരവസാനമുണ്ട്. എന്താണ് അവസാനം? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുഴമയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ശ്രദ്ധിച്ചോ, നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രൂപാന്തരത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയി വരികയാണ്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ പോകുവാൻ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രാധാന്യമായ ഒരു കാര്യം ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, യേശുവിനെ പോലെ ആകുവാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ, അവനെ പോലെ പ്രവർത്തിക്കുവാൻ, യേശുവിൻ്റെ മനസ്സ് ഉണ്ടായിത്തീരുവാൻ. അതാണ് ഈ രൂപാന്തരത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്നാൽ ഒരു ദിവസം നമ്മൾ അവനെ പോലെ ആയി വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നാം മണ്ണുകൊള്ളുന്നവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ, 49-ാമത്തെ വാക്യം, സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഹല്ലേലൂയ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ആ ദിവസം നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിച്ച് അവനെ പോലെയായി വരുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഒരു കാലം വരുന്നതുവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ കാര്യമാണ് പൗലോസൂടെ പറയുന്നത്. ആ ആത്യന്തികമായ രൂപാന്തരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുവിനെ പോലെ ആകുവാനുള്ള നമ്മുടെ യാത്രയിൽ ഈ യാഗപീഠത്തിങ്കൽ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലാണെന്ന് ഓർക്കണം. അല്ല, നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ അനുരൂപമാകുന്നതിൻ്റെ പാതയിലാണ്. ഒന്നുകിൽ രൂപാന്തരം, അല്ലെങ്കിൽ നമ്മൾ അനുരൂപം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊന്നില്ല. നമ്മൾ ചിന്തിക്കരുത് ഞാൻ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. ഇല്ല, ഒന്നുകിൽ രൂപാന്തരം, അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസം അല്ലേ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ലോകത്തോടും അനുരൂപപ്പെടുന്നില്ല, യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. യേശുവിനെ പോലെ ആകുവാനുള്ള രൂപാന്തരത്തിൻ്റെ പാതയിലല്ല നമ്മളെങ്കിൽ നമ്മൾ ലോകത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ 2026 നമ്മൾ നമ്മുടെ തീരുമാനത്തെ ഒന്ന് പുതുക്കി, കർത്താവേ, നിന്റെ യാഗപീഠത്തിങ്കൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി സമർപ്പിക്കുന്നു? വലിയ ആളാകുവാനോ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ, ഞാൻ ജീവിച്ചു എന്ന് കാണിക്കുവാനൊന്നുമല്ല. എൻ്റെ കർത്താവിനെ പോലെ ആകുവാൻ, എൻ്റെ യേശുവിനെ പോലെ ആകുവാൻ. അങ്ങനെ ഓരോ ദിവസവും സമർപ്പിക്കുമ്പോൾ യേശുവിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മിൽ ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അത് നമ്മിൽ ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം
നമ്മളിൽ വെളിപ്പെട്ടു വരുവാൻ തുടങ്ങും. എന്താണ് ഈ ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത്? സ്നേഹം, സന്തോഷം, സൗമ്യത, ദീർഘക്ഷമ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സാണ്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ സ്വഭാവമാണ്. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം നോക്കുവാൻ മനുഷ്യരിൽ നോക്കിയാൽ കാണുകയില്ല. കാണുമോ? ഇല്ല. യേശുവിൽ നോക്കണം. സൗമ്യതയുടെ മൂർത്തിഭാവം കാണണമെങ്കിൽ മനുഷ്യരിൽ നോക്കിയാൽ കാണുകയില്ല, യേശുവിൽ നോക്കണം. ദീർഘക്ഷമയുടെ മൂർത്തിഭാവം കാണണമെങ്കിൽ എവിടെ നോക്കണം? യേശുവിനെ നോക്കണം. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ഇന്ദ്രിയ ജയത്തിൻ്റെ ഉദാത്തമായ ഭാവം നോക്കണമെങ്കിൽ യേശുവിനെ നോക്കണം. അല്ലേ? തന്നെ ക്രൂശിച്ച, തന്നെ പീഡിപ്പിച്ച ജനങ്ങളോട് താൻ ക്ഷമയ്ക്കപേക്ഷിക്കുകയാണ്. എങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്നും വരണമെങ്കിൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ നമ്മൾ മരിപ്പിക്കണം. ജഡത്തിൻ്റെ പ്രവർത്തികളെ നമ്മൾ മരിപ്പിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ നമ്മുടെ യാഗപീഠങ്ങളിൽ, ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ പ്രാർത്ഥനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവവചന ധ്യാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ദൈവം നമ്മിൽ അനുവദിക്കുക. അതുകൊണ്ടാണ് ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എബ്രായ ലേഖനം 4-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഇരുവായ് തലയുള്ള വാള് പോലെ മൂർച്ചയേറിയതും, അല്ലേ, സദ്യമജ്ജകളെ വരെ വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഒരു സർജറി നടക്കുന്നത് പോലെയാണ്, ഒരു ഓപ്പറേഷൻ നടക്കുന്നത് പോലെയാണ്. നമ്മിൽ നിന്ന് മാറ്റി, പ്രൈസ് ദി ലോർഡ്, യാഗപീഠത്തിങ്കൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ചാരമായി നമ്മൾ മാറുകയാണ്. നമ്മിൽ നിന്നും മാറേണ്ടതെല്ലാം മാറി നമ്മൾ യേശുവിനെ പോലെയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് രൂപാന്തരത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതിനൊരു മറുവശം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ രൂപാന്തരത്തിൻ്റെ പാതയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ രൂപാന്തരത്തിൻ്റെ പാതയിലല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യത്തെ കളഞ്ഞു കുളിക്കും. അല്ലേ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്താണ് പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് അന്ധകാരത്തിൽ തന്നെ തുടരുവാനല്ല, അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് ഇരുട്ടിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രകാശത്തിലിരിക്കുവാൻ സാധ്യമല്ല. കാരണം പ്രകാശത്തിലിരിക്കുമ്പോൾ യഥാർത്ഥ പ്രകാശമായിട്ടുള്ള യേശുവിൻ്റെ പ്രതിബിംബമായി നമ്മൾ മാറണം. കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം നമ്മളോട് പറഞ്ഞു, ഇനി മുതൽ ആ വെളിച്ചം ഈ ലോകത്തിൽ കൊണ്ടുപോകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് പോലെ ഇനി മുതൽ നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആരാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം? നമ്മളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. ആരാണ് നമ്മൾ? രൂപാന്തരപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അന്ധകാരത്തിലുള്ളവരുടെ പ്രതിനിധിയല്ല എന്ന് വിളിച്ചു പറയണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിൻ്റെ പ്രവർത്തികൾക്ക് കൂട്ടാളികളായി മുന്നേറുമ്പോൾ ആളുകൾ നമ്മെ കണ്ടുകൊണ്ട് ചോദിക്കും, നിങ്ങൾ ആരുടെ വക്താക്കളാണ്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പായി മാറുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് എല്ലാവരും നമ്മെ വാഴ്ത്തുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ല പ്രവർത്തികൾ, എൻ്റെ നല്ല പ്രവർത്തികൾ കണ്ടാൽ എന്നെയല്ലേ ബഹുമാനിക്കേണ്ടത്? അല്ലേ? അതല്ലേ സ്വാഭാവികമായി നടക്കേണ്ടത്? പക്ഷെ എൻ്റെ നല്ല പ്രവർത്തികളെ കാണുമ്പോൾ ആരെ വാഴ്ത്തുന്നു? ക്രിസ്തുവിനെ. അപ്പോൾ കാരണം എന്താണ്? ശ്രദ്ധിച്ചേ, എന്നിലുള്ള നല്ല പ്രവർത്തികൾ,
ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ രൂപാന്തരത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിൽ നടക്കുന്ന ആത്മാവിൻ്റെ ഫലം സിംജൻ്റേതല്ല എന്ന് ലോകം മനസ്സിലാക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ ഈ രൂപാന്തരത്തിന് ഒരു സന്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രൂപാന്തരത്തിന് ഒരു സന്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസും ഒക്കെ പറഞ്ഞത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. കാരണം സുവിശേഷം വാടക വ്യക്തികളെ കൊണ്ട് പ്രസംഗിക്കുവാൻ പറ്റിയ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതിയല്ലോ. ഒരു 1000 പേരെ തൊഴിലാളികളെ വിളിച്ച് എല്ലാവർക്കും 100 രൂപ കൊടുത്തിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ വിട്ടാൽ മതിയല്ലോ, അല്ലേ? അത് നടക്കത്തില്ല. ജീവിക്കുന്നവനെ കൊണ്ട് മാത്രമേ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ. രൂപാന്തരത്തിൻ്റെ പാതയിലുള്ളവന് മാത്രമേ ഈ രൂപാന്തരത്തിൻ്റെ സാക്ഷിയാകുവാൻ സാധ്യമുള്ളൂ. ഇത് ഔട്ട്സോഴ്സ് ചെയ്യുവാൻ സാധ്യമല്ല. ഇത് തൊഴിലാളികൾ കൊടുക്കുവാനുള്ളതല്ല. ഇത് 1000 രൂപയ്ക്ക് ദിവസക്കൂലി അനുസരിച്ച് പറയുവാനുള്ളതല്ല. ഇത് രൂപാന്തരത്തിൻ്റെ പാതയിൽ അതിൻ്റെ പ്രതിനിധിയായി യാഗപീഠത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ജീവനും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന ഒരു ക്രിസ്തു ഭക്തന് മാത്രമേ ഈ സുവിശേഷത്തിൻ്റെ വക്താവായി മാറുവാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശമര്യക്കാരത്തി സ്ത്രീ പറഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചത്. അവളിൽ നടന്ന രൂപാന്തരത്തിൻ്റെ ശക്തി ശമരിയിലുള്ള വ്യക്തികൾ അറിഞ്ഞപ്പോൾ സമൂഹത്തിൽ വിലയില്ലാത്ത ആ ഒരു സ്ത്രീയുടെ വാക്കിന് വില വന്നത് അവളിൽ വന്ന രൂപാന്തരത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദ ട്രാൻസ്ഫർമേഷണൽ പവർ. ശൗലിനെ പൗലോസാക്കി മാറ്റിയ ട്രാൻസ്ഫർമേഷണൽ പവർ നമ്മെ ഓരോരുത്തരെയും ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വെളിച്ചത്തിൻ്റെ വക്താക്കളാക്കി നമ്മെ ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരത്തിൻ്റെ പാതയിലാണ്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ആകയാൽ സഹോദരന്മാരെ, 11-ാം അധ്യായത്തിൽ റോമാലേഖനം 11-ൽ പൗലോസ് യഹൂദന്മാർക്ക് ലഭിക്കാത്തതായ വലിയ ഭാഗ്യം അവരെ അവഗണിച്ചുകൊണ്ട് നമ്മളിലേക്ക് വന്ന രക്ഷ എത്രയോ ഉന്നതമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് തുടങ്ങിയാണ്. ഞാനൊന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, മറ്റുള്ളവരുടെയല്ല, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനോ മറ്റുള്ളവരുടെ വിശദീകരിക്കുവാനോ നമ്മൾക്കുള്ള ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, മനുഷ്യർക്കല്ല ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതിരിക്കുവാൻ ശ്രമിക്കും. ആ പോരാട്ടത്തിൽ നിങ്ങൾ യാഗപീഠത്തിങ്കിലേക്ക് നിങ്ങളെ തന്നെ എറിയും. പ്രൈസ് ദി ലോർഡ്. അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിയുവാൻ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മൾ രൂപാന്തരത്തിൻ്റെ പാതയിലാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.